ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ വീട്ടിൽ. നമുക്ക് മൺഡേ ടു സാറ്റർഡേ വരെ സ്കൂൾ വർക്കിംഗ് ഡേ ആണ്. അത് കഴിഞ്ഞ ഒരു സൺഡേ മാത്രമേ ലീവുള്ളൂ. അപ്പോൾ നമുക്ക് വീടൊന്ന് അടുക്കി പെറുക്കാനും കൊട്ടിപ്പെറുക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ചിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ തന്നെ റൈസ് കുക്കറിൽ ചോറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കേബേജ് ഉപ്പേരി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് കേബേജ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ വെക്കുന്ന പോലെ തന്നെയാണ് കേബേജ് വെക്കുന്നത്. നമ്മൾ കടുക് പൊട്ടിച്ച് അതിലോട്ട് കേബേജ് ഇട്ട്, പിന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി തൂവാറുണ്ട് കേട്ടോ. നിങ്ങൾ ചിലവർ ഇടാത്തവരുണ്ട്, ഞാൻ ഇടാറുണ്ട്. മഞ്ഞൾപ്പൊടി പച്ചമുളകൊക്കെ നടുകീറിയിട്ട് നമ്മൾ തീയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദോശക്കുള്ള അരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. രാവിലെ ഇവിടെ സൺഡേ ദിവസങ്ങളിൽ മദ്രസ ലേറ്റായിട്ട് തുടങ്ങാറുള്ളൂ. അപ്പോൾ രാവിലെ ലിനുട്ടി സ്കൂൾ മദ്രസയിൽ പോകുമ്പോൾ തന്നെ ഫുഡ് കൊടുത്തിട്ടാണ് വിടാറ്. അപ്പോൾ അവൾക്ക് ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന ദോശമാവ് ഉണ്ടായിരുന്നു, അത് വെച്ച് ദോശയൊക്കെ ചുട്ട് അവളെ മദ്രസയിൽ വിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അജ്മി പുട്ട് കൂടി ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് കുറച്ച് ടൈം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളുടെ പൊടി. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കാബേജ് റെഡിയായി. ഞാനിത് പെട്ടെന്ന് ഫുഡ് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലുള്ള മറ്റ് പണികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മളുടെ കേബേജ് ഗ്യാസിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നും നമ്മളുടെ പുട്ടുംപാനിയിലുള്ള പുട്ട് ഉണ്ടാക്കാറ്. അപ്പം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിരട്ടപ്പുട്ട് ഞാൻ ഉണ്ടാക്കാറ് ബീഫ് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ. ബീഫ് ഉണ്ടാകുമ്പോൾ നമ്മൾ തേങ്ങക്ക് പകരം ബീഫ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കാറുണ്ട്. അതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അത് ഞാൻ നോർമൽ പുട്ടാണ്. നമുക്ക് കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ബെറ്ററാവും. ഞാൻ ചെറുപഴം മോനോട് മദ്രസ വിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ ഞാൻ എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ വീടിന് പെയിൻ്റൊക്കെ ഇപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പെയിൻ്റൊക്കെ ഇപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയാണ് കേട്ടോ ജനലിലെ തരിപ്പുകളിൽ. അതുപോലെ നമ്മളുടെ ഫ്ലോറിൻ്റെ ടൈലിൻ്റെ തരിപ്പുണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഒരുപാട് പൊടിയാണ്. അപ്പോൾ നമ്മളെ ഓഫീസാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റിയൊക്കെ ഒന്ന് തിരിച്ച് നമ്മൾ തരിപ്പുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജനലിൻ്റെ തരിപ്പുകളുണ്ടായിരുന്നു, അതും കൂടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ജനലിൻ്റെ ചട്ടകം പറയില്ലേ, ആ ഭാഗങ്ങളൊക്കെ പൊടിയിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് നമ്മളുടെ ഹോളിൽ ഷോക്കേസൊക്കെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ലീനോ ഉണ്ടാകുമ്പോൾ എങ്ങനെ അറിയോ, എല്ലാ സാധനങ്ങളും നമ്മൾ ഷോക്കേസിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ സ്കൂളിലെ ടൈമിൽ പിന്നെ അത് കറക്റ്റ് ചെയ്ത് വെക്കാനൊന്നും ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും സൺഡേ ആകുമ്പോൾ നമുക്കത് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഒന്ന് ഞാൻ അത് സെറ്റാക്കാൻ വേണ്ടി നിൽക്കണം. പിന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ട സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അങ്ങനെ നമ്മളുടെ ഷോക്കേസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാട്ടോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഷെറി വീട്ടിൽ വന്നത്. അവൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഞാനും അവളും കൂടി ഫുഡൊക്കെ റെഡിയാക്കിയിട്ടോ. നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കടായി, തൈര്, അച്ചാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.